നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. യെസ്, ഇന്ന് രാവിലെ ലൈവിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു, ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ലൈവ് കാണാത്തവർക്ക് എന്താണ് നടന്നതെന്നുള്ളത് പറയാം. എന്നിട്ട് ആരുടെ ഭാഗത്താണ് ന്യായം, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇന്നലെ എപ്പിസോഡിന് റിവ്യൂ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ കിടന്നുറങ്ങിപ്പോയി, ഭയങ്കര ക്ഷീണം. പ്രത്യേകിച്ച് അതിൻ്റെ തലേദിവസം നമ്മൾ ഇവരുടെ ടാസ്ക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചൊക്കെ കുറച്ച് നേരം നിന്നതായതുകൊണ്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി. യെസ്, അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ അനീഷ് ഉണ്ട് ഗാർഡൻ ഏരിയയിൽ ഒരു ടേബിളൊക്കെ ഇട്ടത്. ഇത് മടക്കി നിർത്താൻ പറ്റുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നൊരു ടേബിൾ ഉണ്ടല്ലോ, ഈസി ടേബിളോ അങ്ങനെ ഒരു സാധനമില്ലേ, ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ്, അങ്ങനത്തെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒന്നും ഉണ്ടാതിരിക്കുന്നത്. സാധാരണ ദിവസത്തിൽ നടക്കുന്ന അനീഷിനല്ല കണ്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ, കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ഇന്നലെ രാത്രിയൊക്കെ മര്യാദയ്ക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നാണ്. ഇന്നലെ രാത്രി ഞാൻ എപ്പിസോഡ് മര്യാദ കണ്ടില്ല, പക്ഷേ ലൈവിലൊരു സംഭവം കണ്ടു. ആദ്യം എനിക്ക് കുറച്ച് സങ്കടം തോന്നി, പക്ഷേ പിന്നീട് അതൊരു ഫണ്ണ് രീതിയിലായിപ്പോയി ആ സംഭവം. അതായത് രാത്രി ഇന്നലെ ഇത് പറഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് വരാം. അനീഷിനെ സ്റ്റോർ റൂമിലിട്ട് പൂട്ടി. ആദിലയും അനുവും ഷാനവാസൊക്കെ പുറത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പക്ഷേ ആദ്യം വന്നപ്പോൾ സങ്കടം തോന്നി. ഇപ്പോൾ ബിഗ് ബോസ് ഞാൻ ഷാനവാസിൻ്റെ മൈക്ക് എടുക്കാത്തതിൽ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കോപ്രോ മച്ചാൻ കരയുന്നു, കോപ്രോ മച്ചാൻ സങ്കടം തോന്നി പറഞ്ഞിട്ട് സങ്കടം ഉദ്ദേശിച്ചത് നമുക്കിങ്ങനെ തോന്നില്ല, അയ്യോ പാവം തോന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അത് എത്ര വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അനീഷ് എന്ന് പറയാത്ത രീതിയിൽ ഷാനവാസിൻ്റെ മൈക്കിൻ്റെ പേരിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വർത്താനമൊക്കെ കണ്ടു. എന്തായാലും അതൊരു ഫണ്ണ രീതിയിൽ പോയി, രസമായിട്ടോ സംഭവം. അതൊക്കെ രസമല്ലേ അല്ലേ, ഒക്കെ ഒരു കോമഡി രൂപത്തിൽ. ഇപ്പോൾ അനീഷിനെ അങ്ങനെ പൂട്ടി, അല്ലെങ്കിൽ അനുമോളെ പൂട്ടി, അല്ലെങ്കിൽ ഷാനവാസിനെ പൂട്ടി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരയേണ്ടതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം രാത്രി ഉണ്ടായി. അപ്പോൾ രാവിലെ ഇപ്പം ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്, ഗാർഡൻ ഏരിയയിൽ അനീഷ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പിന്നെ ആദിൽ നൂറിയുണ്ട് സോഫയുടെ മുകളിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഏകദേശം ക്ലിയറായി എന്തോ ഒരു പ്രശ്നം വരാൻ ഇരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണ് മോർണിംഗ് സോങ് കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ കംപ്ലീറ്റ് പൊട്ടിപ്പുറപ്പെടുന്നതും. ഈ പ്രാവശ്യം സീസണിൽ എല്ലാ പ്രശ്നങ്ങളുള്ളത് ഫുഡ് റിലേറ്റഡ് ആയിട്ടാണ്. ഇന്നലെ ടാസ്കിൻ്റെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവർ കിച്ചൺ ടീം, നിങ്ങൾക്കറിയാലോ കിച്ചൺ ടീം എന്ന് പറഞ്ഞാൽ 3 ക്യാപ്റ്റൻസാണ്. 3 ക്യാപ്റ്റൻസ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇവർ 3 എണ്ണത്തിനെയും ക്യാപ്റ്റൻ ആക്കിയിട്ടുള്ള ബിഗ് ബോസിന് നല്ല 1ാം ക്ലാസ് പണിയാണ്. ഈ 3 എണ്ണത്തിനും നെഗറ്റീവ് അടിക്കാൻ പോവുകയാണ് ഈ ഒരാഴ്ച എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ കിച്ചൺ ടീമിലുള്ള ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് അടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ 2 നേരം മാത്രമേ ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ അത്രേ. അതായത് അതേ ഉള്ളൂ, 2 നേരം മാത്രമേ ഇന്നലെ ആ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഇവർ ലഞ്ച് കഴിച്ചപ്പോഴേക്ക് വൈകുന്നേരം രാത്രി 7 മണിയൊക്കെ കഴിക്കുന്നത്, ഏകദേശം ലൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് മുന്നെയാണ് ലഞ്ച് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഡിന്നർ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലത്തെ പ്രശ്നം. യെസ്, നോക്കൂ, നമ്മൾ പഴയ സീസണുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ടാസ്കിൻ്റെ ഇടയിൽ എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും കിച്ചണിലുള്ള ആൾക്കാർ ഭക്ഷണം വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കും. ഇനിയിപ്പോൾ 3 പേരും ടാസ്ക് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ നിന്നുണ്ടാക്കാം. പക്ഷേ ഇതല്ല പ്രശ്നമല്ല, ഇതിൽ വേറൊരു വശം കൂടി ഉണ്ട്. ഇന്നലെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള കാര്യം അവരാരും അവിടെ സംസാരിച്ചില്ല. ഇന്നലെ എല്ലാവരും മര്യാദയ്ക്ക് നിന്നു. കാരണം വെച്ചാൽ ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ആദിലും നൂറിയും അനുമോൾ അപ്പുറത്തുനിന്നും പിന്നെ ഷാനവാസുമാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിനെക്കുറിച്ച് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ഷാനവാസും എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് അപ്പോഴും പറഞ്ഞത് എന്താ വെച്ചാൽ, ഷാനവാസിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. കാരണം ഇവർ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അനീഷും കൂടിയാണ് വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അനീഷാണ് പോയിട്ട് കിടന്നുറങ്ങുന്ന ആര്യനെ പറഞ്ഞിട്ടുള്ളത്. അതായത് 3 ക്യാപ്റ്റൻസിൽ അക്ബറും നെവിനും എണീറ്റ് വരുന്നു. നെവിൻ ഇന്നലെ രാത്രി മറ്റേ ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അതിന് ശേഷം പിന്നീട് അവിടെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായി എന്നിട്ട് ഷാനവാസ് രാവിലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇന്നലെ ഞാൻ ഫുള്ള് കഴുകി വെച്ചാണ് വെസൽ ടീം ഫുള്ള് വൃത്തിയാക്കി, വെസൽസ് ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ആരാ ഉണ്ടാക്കി വെക്കുന്നവർക്ക് ഉത്തരവാദിത്തം വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അനീഷ് ജസ്റ്റ് തുടങ്ങി. അനീഷ് കാര്യങ്ങൾ പറയേണ്ടത്, അനീഷ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെന്ന് എനിക്ക് രാവിലെ ഫീൽ ചെയ്തിട്ടില്ല. ജെനുവിനായിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഭക്ഷണം കിട്ടില്ല. പക്ഷേ ഇതേപോലെ തന്നെ ഞാൻ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്, 2 സൈഡും കൊണ്ടുണ്ടല്ലോ. കാരണം അതേ കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് രാവിലെ ചോദിക്കുന്നതിന് പകരം ഇന്നലെ രാത്രി വിശന്നെങ്കിൽ അവരെന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല. പിന്നെ അവിടെ ആ വീട്ടിൽ കുറേ തക്കാളിച്ചോറ് ബാക്കിയുണ്ട്, കുറേ ഫ്രൂട്ട്സ് അതിലൊക്കെ കട്ട് കൊണ്ടുപോയിട്ടുണ്ട്, കുറേ ഫ്രൂട്ട്സ് അതിലുണ്ട് കട്ട് തന്നിട്ടുണ്ട്, പാല് കുടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ലക്ഷറി, ഇതൊക്കെ എന്ത് ചീള് കേസല്ലേ എന്ന് ആലോചിച്ച് നമ്മുടെ റിയൽ ലൈഫ് അല്ലാതൊരു ഗെയിം ഷോ ആണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. എന്തായാലും അവർ ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള പാല്, ലക്ഷറിയിൽ പെട്ടിട്ടുള്ള പാല് ഇവരിട്ട് കട്ട് കുടിച്ചു എന്നുള്ളത് ക്യാപ്റ്റൻസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ക്യാപ്റ്റൻസിനെ 3 പേരെയും ബ്ലെയിം ചെയ്യുന്ന സമയത്ത് അക്ബർ ആദ്യം ഒരു ചെറിയ ന്യായം പറയുകയാണ്. ഓൾറെഡി ഇതിന് മുന്നേ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്, 10, 78, 80 ദിവസം ആവുന്നിടത്തോളം കാലം ഇത്രയും ദിവസമായിട്ട് അനീഷ് പറയുന്നത് ഇത്രയും ദിവസം 2 നേരം മാത്രം ഭക്ഷണം കിട്ടിയിട്ടുള്ള
ഒരു സമയം ഇവിടെ ഉണ്ടായിട്ടില്ല. എത്ര പേർക്ക് മരുന്ന് കഴിക്കേണ്ടതാണ്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഷാനവാസിന് മരുന്ന് കഴിക്കേണ്ടതല്ലേ, അപ്പോൾ ഷാനവാസിൻ്റെ വിഷയമല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഷാനവാസ് ആദ്യം ഈ പ്രശ്നത്തിലൊക്കെ കൂടിയെങ്കിലും പിന്നീട് ഷാനവാസ് ഉള്ളിലേക്ക് വന്ന സമയത്ത് അക്ബർ ആര്യനാരോ ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് ഇങ്ങനെ കൈകൊണ്ട് കാട്ടുന്നുണ്ട്, പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. കാരണം അവരെ കൂടെ ഷാനവാസ് കൂടിയിട്ട് സംസാരിച്ചതാണ്. പക്ഷെ എന്നാലും പുറത്തെത്തുമ്പോൾ ഷാനവാസ് അവിടെ നിന്ന് പറഞ്ഞത് ഷാനവാസിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. കാരണം ഇവൻ ഡിന്നർ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാമത് തന്നിട്ടുള്ള ലഞ്ച് ഉണ്ടല്ലോ, 7 മണിക്കാണല്ലോ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മരുന്ന് കഴിച്ചതാണ്, എന്നെ സംബന്ധിച്ച് ഈ വിഷയമല്ല. പിന്നെ ഇന്നലല്ലേ ദിവാലി സ്വീറ്റ്സ് കംപ്ലീറ്റ് കിട്ടിയിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അല്ലേ? ദിവാലി സ്വീറ്റ്സും അത്രയധികം ഫുഡ് അവർക്ക് കിട്ടിയിട്ട് മത്ത് പിടിച്ച് കിടക്കുക അല്ലേ? യെസ്, ഇന്നലെ തന്നെ അല്ലേ നെവിനൊക്കെ മത്ത് പിടിച്ച് കിടന്നിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ അവർക്ക് വിശന്നിട്ടുണ്ടായിരിക്കില്ലേ, വിശന്നവരൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ലേ. അപ്പോൾ ആ വീട്ടിലവിടെ തക്കാളി ചോറുണ്ട്, 2 ഭാഗവും ഞാൻ പറയുന്നുണ്ട്. തക്കാളി ചോറുണ്ട്, സ്വീറ്റ്സ് അവർ കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ സ്വീറ്റ്സ് നെവിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൻ മറ്റേ ഭാഗത്താണ് എടുത്ത് കഴിക്കുന്നുണ്ട്. അവിടുന്ന് ഫ്രൂട്ട്സ് കട്ടുകൊണ്ടുപോയിട്ടുണ്ട്, ഫ്രൂട്ട്സ് കട്ടെടുത്തിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്നലെ അവർക്ക് വിശക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഇന്ന് രാവിലെ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചു മുന്നേ ഇതിനെക്കുറിച്ച് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ ഭക്ഷണം 2 നേരം മാത്രമേ തന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇന്ന് രാവിലത്തെ വിഷയം. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു? ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ലൈവ് കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ചെറിയൊരു അപ്ഡേറ്റ് മാത്രമാണ്. ഇപ്പോഴും ഈ വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച ഇവരെ നോമിനേറ്റ് ചെയ്യാൻ, അതായത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനും ഇവരെ ഈ പ്രാവശ്യത്തെ നോമിനേഷനിലേക്ക് ഇടാനും വേണ്ടിയിട്ട് അവർക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു കാരണവും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ആഴ്ച ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ലാലേട്ടൻ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വീഡിയോ മിക്കവാറും ഇവർ രാത്രി ഭക്ഷണം, പാല് കട്ട് കുടിക്കുന്നതും, ലക്ഷറിയിൽ പെട്ടിട്ടുള്ള പാല് കട്ട് കുടിക്കുന്നതും, ഫ്രൂട്ട്സൊക്കെ അതിലെ കൊണ്ടുപോയി കഴിക്കുന്നതൊക്കെ ആയിരിക്കണം ഇപ്രാവശ്യം ഇതിൽ കൊണ്ടുപോയി കാണിക്കുക. എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഇവർക്ക് 3 പേർക്കും ക്യാപ്റ്റൻസി കിട്ടിയിട്ടുണ്ട്, ക്യാപ്റ്റൻസി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കും ക്യാപ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഈ മണ്ടന്മാർക്ക് മര്യാദയ്ക്ക് ഈ 3 ക്യാപ്റ്റൻസിനും കിച്ചൺ ഭരിച്ച് ഇതുപോലെ പ്രശ്നങ്ങൾ നെഗറ്റീവ് വാങ്ങി. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഈ മണ്ടന്മാർക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവുന്ന തെറ്റാണെന്ന് എനിക്കറിയില്ല. ഇവന്മാർക്ക് 3 പേർക്കും ഈ സ്വയം ഈ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടും. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് കിച്ചണിൽ നിന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. ഈ ഒരു ചർച്ച ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ഈ ചർച്ച ഉള്ളതുകൊണ്ടായിരിക്കണം ഇവന്മാർ കിച്ചൺ ഏറ്റെടുത്തിട്ടുള്ളത്. ആ അനുമോളെയും ആദിലിനെയും നൂറിനെയും 3 സ്ത്രീകളെ കിച്ചണിൽ കയറ്റിയിട്ട് ഒരുപാട് പേര് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഇടയിൽ കമൻറ്റ് കണ്ടു, കിച്ചൺ ഉഷാറാവണമെന്നുണ്ടെങ്കിൽ, അടുക്കള നന്നാവണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഈ 3 സ്ത്രീകളെയും കൂടി ഇതിനുള്ളിൽ കയറ്റിയിട്ട് ഇവർക്ക് വളരെ കൃത്യമായിട്ട് കിച്ചൺ ഇവരെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ചിട്ട് ഈ നെഗറ്റീവ് പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു ക്യാപ്റ്റൻസ് എന്നുള്ള കണ്ടീഷനിൽ നടന്നൂടെ? അതിന് പകരം ഈ സ്വയം കിച്ചണിൽ കയറിയിട്ട് ഈ പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങി ഒരു പ്രാവശ്യം അത് ഇവർക്ക് നെഗറ്റീവ് ആവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കാരണം ലാലേട്ടൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻസിനെതിരെ കിട്ടുക. അതോ ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയെന്ന് അറിയില്ലല്ലോ. വീക്കെൻഡ് എപ്പിസോഡിൽ ഇവരൊക്കെ എണീപ്പിച്ച് നിർത്തുക. കാരണം ഒരുപാട് പേര് വീക്കെൻഡ് എപ്പിസോഡ് മാത്രം കാണുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പുറത്തൊരു ട്രെൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് ആര്യൻ, നെവിൻ, അക്ബർ ഈ 3 പേർക്കുമാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ടാസ്കിൽ കൈവിട്ട ആര്യൻ അക്ബറിന് കഴിഞ്ഞ എപ്പിസോഡിൽ വൈറ്റ് വാഷ് ചെയ്ത് സ്ക്രീൻ സ്പേസ് കൊടുത്തു. പിന്നെ ബിഗ് ബോസിൻ്റെ പൊന്നോമന പുത്രനായിട്ടുള്ള നെവിൻ കിടന്നുറങ്ങിക്കഴിഞ്ഞാലും, ആര്യനാണെന്നുണ്ടെങ്കിൽ നെവിനാണെങ്കിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാലും ഭയങ്കര എന്താ പറയുക, ഒരു രക്ഷിതാവിൻ്റെ ലാളനയോട് കൂടി മാത്രമാണ് നെവിനെ ശാസിച്ച് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പുറത്ത് സംസാരങ്ങളുണ്ടായ സിറ്റുവേഷനിൽ ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവന്മാരെ 3 പേരെയും എണീപ്പിച്ച് നിർത്തി ചീത്ത പറയുന്നത് ഒരു റിലവൻറ്റ് കോണ്ടൻറ്റ് ആവാനും ഇവർക്ക് നല്ല രീതിയിൽ ക്യാമറ സ്പേസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ലാലേട്ടൻ ഈ പാല് മോഷ്ടിച്ച വിവരം, ലക്ഷറിയിൽപ്പെട്ടുള്ള പാല് മോഷ്ടിച്ച വിവരം, ഫ്രൂട്ട്സ് മോഷ്ടിച്ചു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തലേ ദിവസം പറഞ്ഞില്ല? പനീഷൊക്കെ നീച്ചുന്ന സമയത്ത് ലാലേട്ട ഇങ്ങനെ ഭക്ഷണം കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, തക്കാളി ചോറ് അവിടെ ബാക്കി ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എടുത്ത് കഴിച്ചില്ല? പിന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചില്ലേ? നിങ്ങൾക്ക് എന്തിനാണ് രാവിലെ പറയുന്നത്? ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ കോണ്ടൻറ്റിൻ്റെ ഭാഗമാണ് എല്ലാം. പിന്നെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ കോണ്ടൻറ്റിന് വേണ്ടി ചെയ്യുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏക സമാധാനം ഉള്ളത്. യെസ്, അപ്പോൾ അതാണ് ഇന്ന് രാവിലത്തെ വിഷയം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.